പാലിയേറ്റീവ് കെയർ സംവിധാനം സംസ്ഥാന തലത്തിൽ വിപുലപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. ആലുവ അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 22ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ അർഹരായ മുഴുവൻ ആളുകളിലേക്കും പാലിയേറ്റീവ് കെയറിന്റെ സേവനം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒന്നിലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പോൾ അവർ ഇപ്പോൾ കുറച്ച് കിടപ്പ് രോഗികൾ ഒരാൾക്ക് നോക്കാം, ഒരു സംഘടനയ്ക്ക് നോക്കാം, വേറെ ആളുകൾക്ക് നോക്കാം. അപ്പോൾ എല്ലാവരിലേക്ക് എത്തുക. അവർ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിൽ മറ്റൊരു സ്വാതന്ത്ര്യം, അവരുടെ പ്രവർത്തന രീതികളൊക്കെ അവർക്ക് തന്നെ ആവിഷ്കരിക്കാം. ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും ഇതെത്തുക പാലിയേറ്റീവ് കെയർ. ഇതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വന്ന് ഒരു യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയെ ഇതിനൊരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷകരമായ കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ IMA ഹാളിൽ ചേർന്ന പരിപാടിയിൽ അൻവർ പാലിയേറ്റീവ് കെയർ സെന്റർ പ്രസിഡന്റ് ഡോക്ടർ CM ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി. സിനിമാ താരം ടിനി ടോം മുഖ്യ അതിഥിയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിനെ കുറിച്ചോ ഒരു സന്ദേശവും തരാൻ യോഗ്യതയുള്ള ഒരാളല്ല. കാരണം അതിൻ്റെയൊക്കെ ശക്തരായിട്ടുള്ള പ്രവർത്തകരാണ് നിങ്ങളിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കാത്തവരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ രക്തബന്ധുക്കളാണ്, മനുഷ്യന്മാരുടെ രക്തബന്ധുക്കളാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇവിടെ വന്ന് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ തിരക്കുകളുണ്ടാവും, പക്ഷേ അത് മാറ്റി വെച്ചിട്ട് ഇവിടെ എത്തണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് ദൈവം നടത്തി തന്നതിന് വളരെ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഒരാളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമം, അതാണ് ഏറ്റവും വലിയ പുണ്യം. ഒരു വലിയ അമ്പലമോ പള്ളിയോ പണിയുന്നതിനേക്കാൾ ദൈവത്തിനല്ല വീട് വെച്ച് കൊടുക്കേണ്ടത്. വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ അശരണരായിട്ടുള്ളവർക്കും അതാണ് ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ കൈപിടിച്ച് നടത്തുന്നു, അത് ഏറ്റവും വലിയ പുണ്യം തന്നെയാണ്. അൻവർ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആരംഭകാലം മുതൽ സൗജന്യ സേവനം ചെയ്യുന്ന ഡോക്ടർ ഷെയ്ഖ് പരീദ, ചിന്നണ്ടി പൈനാടത്ത് എന്നിവരെ ആദരിച്ചു. പാലിയേറ്റീവ് കെയർ പരിശീലനം പൂർത്തിയാക്കിയ വിവിധ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരങ്ങളും കൈമാറി. കേരള ആക്ഷൻ ഫോഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ്, ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, IMA പ്രസിഡന്റ് ഡോക്ടർ ശോഭന, ഡോക്ടർ രാജേശ്വരി, MP അബ്ദുൽ നാസർ, രാജീവ് പള്ളുരുത്തി, TK അബ്ദുൽ സലാം മൗലവി, EA ഷബീറ, CM സലീം, ജോബി തോമസ്, രവിചന്ദ്രൻ, അസീസ് അൽബാബ്, AM അബ്ദുൽ കരീം, KJ ജോസഫ്, KM സുനീർ, PB അലിക്കുന്ന്, അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ എന്നിവർ സംസാരിച്ചു. ആലുവയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ സേവനത്തെ ആസ്പദമാക്കി കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആലുവ.